രഞ്ജിത്തെ, നമ്മുടെ ജൈവ മാലിന്യം സംസ്കരിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ കൾച്ചർ ഉപയോഗിക്കുന്നത്? ചകിരിച്ചോറ് ഉപയോഗിച്ചാൽ പോരെ? ഒരുപാട് ആൾക്കാർ നമുക്ക് അങ്ങനെ ചോദിക്കുന്നു. ഇതെന്താണ് ഒരു ശാസ്ത്രീയമായിട്ടുള്ളത്? നമ്മൾ ഈ വേസ്റ്റ് എന്ന് പറയുമ്പോഴേ നമ്മളിപ്പോൾ ഫുഡ് വേസ്റ്റ് ആയിക്കോട്ടെ, വെജിറ്റബിൾ വേസ്റ്റ് ആയിക്കോട്ടെ, ഫ്രൂട്ട് വേസ്റ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ശരിക്കും കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ഓയില്, പ്രോട്ടീൻ, ഫൈബർ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ ഈ വേസ്റ്റ് എന്ന് പറയുന്ന കാരണം. അപ്പോൾ ഈ സാധനങ്ങളെയാണ് നമ്മൾ ഡീകമ്പോസ് ചെയ്യേണ്ടത്. ചകിരിച്ചോറിന് ഇതൊക്കെ ഡീകമ്പോസ് ചെയ്യാനുള്ളൊരു പവർ ഉണ്ടെന്നുള്ളത് ഇതുവരെ സയൻസ് കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഡീകമ്പോസ് ചെയ്യുന്നത് അതിനെ ഡീകമ്പോസ് ചെയ്യാൻ കഴിവുള്ള മൈക്രോബ്സ് ആണ് ഇതിനെല്ലാം ഡീകമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ചകിരിച്ചോറിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ചകിരിച്ചോറിനെ ശരിക്കും പറഞ്ഞാൽ നമ്മളിന്നൊരു ബ്രൗൺ ഗോൾഡ് എന്നൊക്കെ വിളിക്കേണ്ട ഒരു സാധനമാണ്. നമ്മൾ കമ്പോസ്റ്റിങ്ങിൽ ചകിരിച്ചോറിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വെള്ളം വലിച്ചെടുക്കൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള വർക്കുകളെല്ലാം ചെയ്യുന്നത് മൈക്രോബ്സ് ആണ്. ഈ ചകിരിച്ചോറിന് വേറൊരു പ്രശ്നമുണ്ട്. ചകിരിച്ചോറിനെ ശരിക്കും നമ്മൾ ലിഗ്നിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ് അതിന്റെ സെൽവാൾ തിക്നെസ്സിനെ ഏറ്റവും കട്ടി കൂടുതലായിട്ട് നിർത്തുന്നത്. ഈ ലിഗ്നിൻ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് നാളെടുക്കും. അതിന് നല്ല അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ മാത്രം ഒരു 6 മുതൽ 8 മാസം വരെയൊക്കെ കൊണ്ട് കമ്പോസ്റ്റ് ആകുന്ന ഒരു സാധനമാണ് ചകിരിച്ചോറ് എന്ന് പറയുന്നത്. ഇതിന് പറ്റിയൊരു അന്തരീക്ഷം അല്ലെങ്കിൽ 100 മുതൽ 120 കൊല്ലം വരെ അത് അനങ്ങാതെ കിടക്കും ഭൂമിയിൽ. ഏറ്റവും കൂടുതൽ ഓർഗാനിക് കാർബണിന്റെ കണ്ടന്റ് ഉള്ളതും ചകിരിച്ചോറിനകത്താണ്. അപ്പോൾ ചകിരിച്ചോറാണ് ഏറ്റവും സ്ലോ ആയിട്ട് ഡീകമ്പോസ് ചെയ്യുന്നത്. അത് ഈ ലിഗ്നിൻ എന്ന് പറയുന്ന സെൽവാൾ തിക്നെസ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ചകിരിച്ചോറിനുള്ളിലെ കാർബണിനെ ഈ കമ്പോസ്റ്റിന്റെ ഭാഗമാക്കാൻ സാധിക്കുന്നത്. നമ്മളുടെ ഈസി കമ്പോസ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സെൽവാൾ തിക്നെസ്സിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഈ ലിഗ്നിനെ ബ്രേക്ക് ചെയ്യുന്ന കൾച്ചർ നമ്മുടെ കയ്യിലുണ്ട്, കാർബോഹൈഡ്രേറ്റിനെ ബ്രേക്ക് ചെയ്യുന്ന കൾച്ചർ നമ്മുടെ അതിനകത്തുണ്ട്, ഫാറ്റിനെ ഡീകമ്പോസ് ചെയ്യുന്ന കൾച്ചർ നമ്മുടെ അതിനകത്തുണ്ട്, ഓയിലിനെ, ഫൈബറിനെ, അങ്ങനെ എല്ലാ സാധനത്തിനെ ഡീകമ്പോസ് ചെയ്യുന്ന കൾച്ചർ നമ്മളുടെ ഈസി കമ്പോസ്റ്റിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യയിലെന്നല്ല ഞാൻ പറയുന്നത്, ലോകത്തെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ജൈവമാലിന്യത്തെ സംസ്കരിക്കാനായിട്ടുള്ള കൾച്ചർ ഈസി കമ്പോസ്റ്റർ ആണ്. അത്രയും നല്ലൊരു കമ്പോസ്റ്റർ നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പ്രകൃതിക്കും മനുഷ്യനും ഒരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ, ഒരു ദുർഗന്ധവും ഇല്ലാതെ ഏറ്റവും നല്ലൊരു വളമായിട്ട് നിങ്ങൾ അതിനെ മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ഈസി കമ്പോസ്റ്റർ മാത്രമാണ്.